ഹലോ, നമുക്ക് നല്ല അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയല്ലോ. അപ്പോൾ അതിന് ഞാൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടോ. 1.5 കിലോ ചിക്കനാട്ടോ ഞാൻ ഇന്ന് വെക്കുന്നത്. 1 കിലോ അരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 1.5 കിലോ ചിക്കൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തക്കാളി, സവാള, ക്യാരറ്റ്, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മുടെ അതിൻ്റെ മസാലകൾ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ സവാളയും ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോസസ്സിലോട്ട് പോകാം. സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും, അയ്യോ ഭയങ്കര പാടാണ്, വഴറ്റി നിൽക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര, പക്ഷേ ഒട്ടും പ്രയാസമില്ലാണ്ട് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണി ആട്ടോ ഞാനിപ്പോൾ കാണിക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത്. അതായത് ഉള്ളി ഒന്നും നമ്മൾ വഴറ്റിയെടുക്കുകയോ ഒന്നും വേണ്ട, നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ ഈ ഇട്ടതുപോലെ തന്നെ ഒരു 3 സവാള, 3 തക്കാളി, ആവശ്യത്തിന് മല്ലിച്ചപ്പ്, പുതിനയില, ഇത് ഇത്രയും കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്. പച്ചമുളക് ആണ് കൂടുതൽ എരിക്ക് ആവശ്യമായിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം മസാലകളൊന്നും ചേർക്കണ്ട. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർക്കുക കേട്ടോ. ചിക്കനും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ മസാലകൾ ഇടുക. അപ്പോൾ ആദ്യം ഞാൻ ഇടുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി മസാലയാണ് കേട്ടോ. ബിരിയാണി മസാല എന്ന് പറയുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലയാണ്. അതൊരു 2 ടീസ്പൂണാണ് ഞാൻ ഇട്ടേക്കുന്നത്, പക്ഷേ എനിക്കൊരു 3 ടീസ്പൂൺ വേണ്ടി വന്നു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ അതിലേക്ക് നമ്മളൊരു 1.5 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ കുറച്ച് ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതേപോലെ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കൂടി ഉപ്പ് ആവശ്യം വന്നപ്പോൾ ഞാൻ ഉപ്പും കൂടി ചേർത്തു. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ, ഒരു 2 ടീസ്പൂണൊക്കെ നെയ്യ് ഇരുന്നോട്ടെ. അപ്പം കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആവും ചിക്കനൊക്കെ. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം നമ്മളതൊന്ന് കൈവച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പൂണൊന്നുമല്ല, കൈവച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നല്ലോണം ആ ചിക്കനിലോട്ടും ആ ഫ്ലേവേഴ്സൊക്കെ നല്ലോണം വരും. അതിന് ശേഷം ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എടുക്കുന്ന അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീരകശാല അരിയാണ്. 1 കിലോ അരിയാണ് ഞാൻ ഇന്ന് ഇവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ അത് കഴുകി ഇതുപോലെ കുതിർത്തല്ല ഊറ്റി വയ്ക്കുക എന്നാണ് നമ്മളിവിടെയൊക്കെ പറയുക, ഊറ്റി വയ്ക്കുക. അപ്പോൾ അതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകും. അതിനുശേഷം നമുക്ക് ചോറ് വേവിക്കണം. അപ്പോൾ അതിലേക്ക് ആദ്യം എണ്ണയും കുറച്ച് ഒരു ടീസ്പൂൺ നെയ്യും ഒക്കെ ചേർത്ത് അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഗ്രാമ്പൂ, പട്ട, കറുവപ്പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുക കേട്ടോ. നമ്മുടെ പ്രധാനമായിട്ട് മിസ് ചെയ്യാൻ പാടില്ലാത്ത നമ്മുടെ ജാതിപത്രിയില്ലേ, അത് മിസ് ചെയ്തിട്ട് അത് എന്തായാലും ഇടണം. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് സവാളയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഇളക്കി ആ ഒരു നെയ്യും എണ്ണയും എല്ലാം അരിക്കകത്ത് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 കിലോ അരിക്ക് ഞാനിവിടെ 7.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതായത് എനിക്കൊരു 4.5 ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ ഞാൻ 7.5 ഗ്ലാസ് വെള്ളം ഇവിടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നാരങ്ങ എന്തിനാണെന്ന് നമുക്കറിയാലോ, അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പുകളൊന്നും ആരും അത് വേണ്ടല്ലോ, പോട്ടെ സാരില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ഇത് മാറ്റിയിട്ട് അത് വേണ്ടാന്ന് വിചാരിച്ച് ചെയ്യാൻ നിൽക്കരുത്. ഒരു 10-20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അരിയിൽ വെള്ളമൊക്കെ പറ്റി റെഡി ആയിട്ടിരിക്കും നമ്മുടെ ചോറ്. ഒരിക്കലും നമ്മുടെ അരി പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ വെന്ത് പോവുകയോ ചെയ്യത്തില്ല. ഇതുപോലെ തന്നെ ചെയ്യണം. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ അത്യാവശ്യം നല്ലോണം വേവിച്ചെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചതിന് ശേഷം നമ്മൾ ദമ്മിടുകയാണ് ചെയ്യട്ടോ. അപ്പം ചിക്കൻ അടിയിലാക്കി മുകളിലേക്ക് നമ്മൾ ആവശ്യത്തിന് ചോറ് പറ്റിയതിന് ശേഷം അതിലേക്ക് സവാള വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ തന്നെ മല്ലിച്ചെപ്പും പുതിനയിലയും ഇതും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ നെയ്യും. ഇത് ഇത്രയാണല്ലോ നമ്മുടെ ദമ്മിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ഇട്ട് അതിനകത്തേക്ക് നെയ്യും കൂടെ ഒഴിച്ച് ആദ്യത്തെ ഒരു ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ലെയർ ഇടുമ്പോൾ ഇത്
അത്രയും ഉണ്ടായിരിക്കാൻ നോക്കണം. അണ്ടിപ്പരിപ്പും കിസ്മിസും ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിനുശേഷം അടുത്ത ലെയർ ചോറ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയും മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും ആവർത്തിച്ച് ചെയ്യുക. നേരത്തെ ചെയ്ത അതേ സെയിം സ്റ്റെപ്പ് തന്നെ സവാള വറുത്തത് കുറച്ചിടുക. ഒരു പരിധി കൂടുതൽ ഈ സവാള വറുത്തത് ഇടാതിരിക്കുന്ന കേട്ടോ നല്ലത്. കാരണം നമുക്ക് വേറൊരു ഫ്ലേവർ ചിലപ്പോൾ ബിരിയാണിക്കകത്ത് കൂടുതൽ വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അത് കുറച്ചിടുക. പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ തന്നെ മല്ലിച്ചെപ്പും പുതിനയിലയും നെയ്യും കൂടി ചേർക്കുക കേട്ടോ. നമുക്കൊരു ഒരു കുഞ്ഞു ഡബ്ബി നെയ്യൊക്കെ നമുക്ക് ഈ ഒരു കിലോ ബിരിയാണിക്ക് ആവശ്യമായിട്ട്, എന്നുവെച്ചാൽ ഒരുപാട് ഓവർ അല്ലാണ്ട് ആവശ്യമായിട്ട് വരുന്ന ഒരു കുഞ്ഞു ഡബ്ബി നെയ്യൊക്കെ നമ്മൾ പൊങ്കാലയ്ക്കൊക്കെ പോകുമ്പം വാങ്ങിക്കണ ഒരു ഡബ്ബി നെയ്യ് ഉണ്ടാവില്ലേ, അതേ കണക്കൊരു ഡബ്ബി നെയ്യ് തന്നെ ധാരാളമാണ്. അത്രയും ചിലർ ഒരുപാട് ചെറുത് യൂസ് ചെയ്യുന്നവരുണ്ട്, അതിനേക്കാൾ കുറച്ചുകൂടെ വലുത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അതിലേക്ക് ഒരു കുഞ്ഞു ഹോളിട്ട് അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ച് നമ്മൾ നല്ലോണം കവർ ചെയ്യണം കേട്ടോ. എവിടെയും ഒരു ചെറിയ ഹോള് പോലും ഉണ്ടാവാൻ പാടില്ല. നല്ലോണം കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ അടപ്പെടുത്ത് നല്ലോണം അത് അടച്ച് വെച്ച് സൈഡൊക്കെ ഒന്ന് വീണ്ടും ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുക കേട്ടോ. ഒരു 20 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദം ബിരിയാണി റെഡിയാവും കേട്ടോ. അത് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന മണമുണ്ടല്ലോ, അടിപൊളിയാണ്. ഇനി നമ്മുടെ സെർവിങ്ങിലാട്ടോ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണ്ടേ. സെർവിങ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് മുകളിലുള്ള ചോറുകൾ ആദ്യമേ മാറ്റി വയ്ക്കുക കേട്ടോ. മുകളിലുള്ള ചോറുകൾ ആദ്യമേ മാറ്റി വയ്ക്കാം. ചിക്കൻ ഏറ്റവും അവസാനം മാത്രം വരത്തക്ക രീതിയിൽ അതിൻ്റെ മുകളിലുള്ള ചോറുകളെല്ലാം ഇതുപോലെ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ സെപ്പറേറ്റും ചോറ് സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പം ചോറിൽ ഒരുപാട് കളറ് പിടിക്കത്തില്ല. ചിക്കൻ സെപ്പറേറ്റ് വെച്ച് ചോറും അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലത്തൊന്നും ഇല്ലാത്ത പോലെ ഈ വടക്കോട്ടൊക്കെ ഉള്ള ഒരു ചമ്മന്തി ഉണ്ടാവില്ലേ, പുതിന ചമ്മന്തി, അതേ കണക്കൊരു പുതിന ചമ്മന്തി അരച്ച് ഒരു മുട്ടയും അതിനോടൊപ്പം പപ്പടവും സാലഡും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, നമുക്ക് ആ പരിസരത്ത് നിന്ന് മാറാൻ തോന്നത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു ചോറും അതിലേക്ക് കുറച്ച് ഗ്രേവിയും അതേപോലെ ആ ചട്നിയും സാലഡും കുറച്ച് പപ്പടവും കൂടിയെടുത്ത് ഞാൻ അവിടെ തിന്നാലുണ്ടല്ലോ, അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതേപോലെ ഞാൻ മറ്റൊരു കാര്യം ഇപ്പോൾ പറയുകയാണ്. നമ്മുടെ ലെയർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ കുറച്ച് ചിക്കൻ ഗ്രേവിയും കൂടെ ഒഴിച്ചാൽ നല്ലതായിരിക്കും. എനിക്കത് മിസ്സായി പോയതാട്ടോ, ഞാൻ ഇടാൻ വേണ്ടി മറന്നുപോയതാണ്. അപ്പോൾ അതും കൂടെ ചെയ്താൽ സൂപ്പറായിരിക്കും. അച്ചുവേട്ടനും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് തീർച്ചയായും എനിക്ക് റിപ്ലൈ തരണം. ടാറ്റാ.